ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മാളുക്കുട്ടിയുടെ പനിയെല്ലാം മാറി. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയും ബീഫ് കറിയുമായിരുന്നു. പിന്നെ പൂച്ചയ്ക്കുള്ള ചാളയും ഞങ്ങൾക്ക് നാളെ കറി വയ്ക്കാനുള്ള വേളൂരിയും ഒക്കെ റെഡിയാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ മാളു ചായ ഇട്ട് വരുമ്പോഴേക്കും ഞാൻ ചപ്പാത്തി വയ്ക്കാനുള്ള റെഡിയാക്കി എടുത്തു. നമ്മുടെ അപ്പുക്കുട്ടൻ ഇന്ന് ജോലിക്ക് പോകാൻ തിരക്കായിരുന്നു. അപ്പോഴേക്കും ബീഫിനുള്ള മസാലയൊക്കെ നമ്മൾ സെറ്റാക്കി അതൊക്കെ നമ്മൾ കൂട്ടി വെച്ച് അത് വെന്ത് വരുമ്പോഴേക്കും ചപ്പാത്തി ചുടൽ കഴിഞ്ഞു. നമ്മുടെ അബുക്കുട്ടൻ അപ്പോഴേക്ക് റെഡിയായി വന്നു. അപ്പോൾ അബുവിന് വേഗം കറിയൊക്കെ എടുത്ത് നമ്മുടെ മാളു ടേബിളിൽ കൊണ്ട് വെച്ച് ആദ്യം നമ്മുടെ അബുവാണെന്ന് ഭക്ഷണം കഴിച്ചത്. 7:30 തന്നെ മോൻ പോയി ഇന്ന് ഓട്ടത്തിന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദാദിയമ്മയ്ക്ക് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ഉച്ചത്തേക്ക് ഭക്ഷണത്തിന് മുതിരച്ചമ്മന്തി മോരും ഒക്കെ ആയിരുന്നു, പപ്പടം വറുത്തതും. ദാദിയമ്മ ഈ ഇറച്ചി അങ്ങനെ കഴിക്കില്ല, ചാറ് മാത്രമാണ് കഴിച്ചത്. പിന്നെ അതിനുള്ളിൽ ഞങ്ങൾക്ക് മീനൊക്കെ നന്നാക്കാനുണ്ടായിരുന്നു. അതൊക്കെ നാളത്തേക്കുള്ളത് ഇന്ന് തന്നെ റെഡിയാക്കി വെച്ചിരുന്നു, ഞങ്ങൾ നന്നാക്കി വെച്ചു. പിന്നെ നമ്മുടെ 4 മണിക്കുള്ള സംഭവമാണ്. ബ്രെഡ് നമ്മൾ ബട്ടറിലിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മണിക്കുട്ടനും മക്കൾക്ക് 3 ആൾക്കും ഇഷ്ടമാണ്. അപ്പം ഞാനും ആളും ആദ്യം മണിക്കുട്ടനും ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു. ദാദിമയ്ക്ക് ഇങ്ങനെയൊന്നും ഇഷ്ടമില്ല, അപ്പോൾ ദാദിമ അതൊന്നും കഴിച്ചില്ല. അപ്പോൾ എൻ്റെ മണിക്കുട്ടന് ആദ്യം കൊടുത്തു. മണിക്കുട്ടന് കൊടുത്തതിന് ശേഷം പിന്നെ എനിക്കിന്ന് കടയ്ക്ക് പച്ചക്കറി മേടിക്കാനും പലചരക്ക് മേടിക്കാനൊക്കെ പോകാനുണ്ടായിരുന്നു. എല്ലാം മേടിച്ച് ഞാൻ വന്ന് പിന്നെ എല്ലാം കവറുകളിലൊക്കെ ആക്കി പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ സമയം കഴിഞ്ഞു. ഓത്ത് നിസ്കാരം കഴിയുമ്പോഴേക്കും നമ്മുടെ അബുക്കുട്ടനും മൊയ്തീനൊക്കെ തിരിച്ചെത്തി കഴിഞ്ഞിരുന്നു. അവർക്ക് വേഗം മാങ്ങ ജ്യൂസ് അടിച്ച് ഞാൻ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ മാളുക്കുട്ടി ബ്രെഡ് ശരിയാക്കി കൊടുത്തു. പിന്നെ അത് ബ്രെഡ് ശരിയാക്കി നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ അബുക്കുട്ടനൊരു ഓട്ടം വന്നു. അപ്പോൾ അബു പിന്നെ വീണ്ടും ഓടി. ഞങ്ങളുടെ നാളെ അമ്പലത്തിലൊരു പൊങ്കാലയുണ്ട്, അതിൻ്റെ തിക്കും തിരക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഓട്ടം കഴിഞ്ഞ് അബുക്കുട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും എത്തിയിട്ടാ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷമൊക്കെ ഇങ്ങനെയാണ്. ഞങ്ങളുടെ മൊയ്തീനും എത്തി, ഭക്ഷണം കഴിച്ചു. ദാദിമ നേരത്തെ ഓട്സ് കഴിച്ച് കിടന്നിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണം. ഓക്കെ.